2024 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഫോമിൽ വന്നത് വൻ മാറ്റമാണ്. കഴിഞ്ഞ മാസം അവസാനം വരെ ടൂർണമെന്റിലെ ഏറ്റവും ശക്തമായ ടീമായിരുന്നു സഞ്ജുവിന്റെ രാജസ്ഥാൻ. ഇപ്പോൾ ആർക്ക് മുന്നിലും തോൽക്കാമെന്ന അവസ്ഥയിലാണിവർ. അവസാന 4 കളികളിലും തോൽവി ഏറ്റുവാങ്ങിയ ടീം കഴിഞ്ഞ 2 കളികളിലും ദയനീയ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞെങ്കിലും ഇപ്പോഴത്തെ ഫോം വെച്ച് ടീം ഫൈനലിലേക്ക് മുന്നേറുമോ എന്ന് ആരാധകർ പോലും സംശയിക്കുന്നുണ്ട്. ടീമിന്റെ ഫോം മോശമായതിനു പിന്നാലെ രാജസ്ഥാന് കനത്ത ആഘാതം സമ്മാനിക്കുന്നതായിരുന്നു സൂപ്പർ താരം ജോസ് ബട്ട്ലറിന്റെ മടങ്ങിപ്പോക്ക്. ബട്ട്ലർ പോയതോടെ മറ്റൊരു ഇംഗ്ലീഷ് താരമായ ടോം കോക്ലർ കാഡ്മോർ ആണ് രാജസ്ഥാന്റെ ഓപ്പണിംഗിലേക്ക് വന്നത്. പഞ്ചാബ് കിങ്സിനെതിരായ അവസാന കളിയിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഇതോടെ ആരാധകർ ഒന്നടങ്കം കാഡ്മോറിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ പരാജയത്തിന്റെ പേരിൽ തള്ളിക്കളയേണ്ട താരമല്ല കാഡ്മോർ എന്നതാണ് വാസ്തവം. T20യിൽ കിടിലൻ പ്രകടനങ്ങൾക്ക് കെൽപ്പുള്ള ഈ ഇംഗ്ലീഷ് താരം നിസ്സാരക്കാരനല്ല. ഫോമിലേക്ക് വന്നാൽ വരും കളികളിൽ ടീമിന്റെ തലവര മാറ്റിയെഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും. ടീമിന്റെ പുതിയ ആയുധമായി തന്നെ കാഡ്മോർ മാറിയേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ പ്രമുഖ ക്ലബായ വോഴ്സെസ്റ്റർഷയറിൽ കളിച്ചുകൊണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. ഈ 2 ടീമുകൾക്കായി കളിച്ച അദ്ദേഹം 2022 സീസണിന് മുൻപായി സോമർസൈറ്റുമായി 3 വർഷത്തെ കരാറിൽ ഒപ്പിട്ടിരുന്നു. സ്കൂൾ കാലത്ത് രാജ്യത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്ന കാഡ്മോർ 2024 യങ് വിസ്ഡൺ സ്കൂൾ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. 2016 തന്റെ 21ാം വയസ്സിൽ ഡർഹാമിനെതിരെ നടന്ന നാറ്റോസ് T20 ബ്ലാസ്റ്റ് മത്സരത്തിൽ വോഴ്സെസ്റ്റർഷയറിനായി 54 പന്തിൽ 127 റൺസ് അടിച്ചുകൂട്ടി അദ്ദേഹം ഞെട്ടിച്ചു. ഒരു T20 മത്സരത്തിൽ വോഴ്സെസ്റ്റർഷയറിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ കൂടിയാണിത്. 2021 അബുദാബിയിൽ നടന്ന T20 ലീഗിൽ നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ് കാഡ്മോറിനെ ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തിയിരുന്നു. ഡെക്കാൻ ഗ്ലാഡിയേറ്റേഴ്സിന്റെ താരമായിരുന്നു കാഡ്മോർ. ബംഗ്ലാ ടൈഗേഴ്സിനെതിരായ കളിയിൽ വെറും 39 പന്തുകളിൽ നിന്ന് 96 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഒരു വശത്ത് വിൻഡീസ് വെടിക്കെട്ട് വീരൻ ആന്ദ്രെ റസലിനെ കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ടായിരുന്നു കാഡ്മോറിന്റെ വെടിക്കെട്ട് പ്രകടനം. ഇതുപോലെയുള്ള പ്രകടനങ്ങളാണ് വരും മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസും ഈ താരത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. IPLൽ ഇത് ആദ്യ സീസൺ ആണെങ്കിലും ലോകത്തെ വിവിധ ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിച്ച പരിചയം കാഡ്മോറിനുണ്ട്. ഇംഗ്ലണ്ടിലെ പ്രധാന മത്സരങ്ങളിലൊന്നായ 100 ലീഗിലെ സ്ഥിര സാന്നിധ്യമായ കാഡ്മോർ 2023-24 സീസൺ ബിഗ് ബാഷ് ലീഗിൽ സിഡ്നി തണ്ടറിന്റെ പ്രധാന കളിക്കാരിൽ ഒരാളായിരുന്നു. ഇതിനു പുറമെ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ്, പാകിസ്ഥാൻ സൂപ്പർ ലീഗ്, ലങ്ക പ്രീമിയർ ലീഗ് എന്നിവിടങ്ങളിലും കാഡ്മോർ കളിച്ചിട്ടുണ്ട്. IPLലെ അരങ്ങേറ്റ മത്സരത്തിൽ 23 പന്തിൽ 18 റൺസ് നേടി പുറത്താവുകയായിരുന്നു കാഡ്മോർ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ കളിയുടെ സമ്മർദ്ദം താങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ വരും മത്സരങ്ങളിൽ താരം ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. അങ്ങനെ നടന്നാൽ ടീമിന്റെ കിരീട പ്രതീക്ഷകളും വർദ്ധിക്കും എന്നതിൽ സംശയമില്ല. കായിക ലോകത്തുനിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കും സ്പോർട്സ് സ്റ്റോറികൾക്കുമായി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തും നമ്മുടെ ചാനലിനെ പ്രോത്സാഹനമാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.